ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ചെറിയ 2-3 ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താ, ഞാൻ ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കുക്കർ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കിച്ചണിലേക്ക് ഒരുപാട് ഉപകാരങ്ങളാണുള്ളതാണ്. അപ്പോൾ ആ ഒരു കുക്കറിലേക്ക് ഞാനൊരു ഷീറ്റ് ചെറിയൊരു കഷ്ണം പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ച പഴമാണ് കേട്ടോ. ഇത് നമ്മളിവിടെ കപ്പപ്പഴം എന്ന് പറയും. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അവിടെ കുലച്ചതാണ്. അപ്പോൾ അത് പഴുപ്പിച്ചെടുക്കാനാണ് ഞാൻ പോണത്. അതിനായിട്ട് ഞാൻ പഴം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 4-5 ചീത്തയായ വെളുത്തുള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാനൊന്ന് ചതച്ച് എടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് ആ പഴത്തിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പഴം നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ വെളുത്തുള്ളി ഇപ്പം നല്ല വെളുത്തുള്ളി ആയിരുന്നാലും ചീത്തയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ആ ഒരു വെളുത്തുള്ളി ഉണ്ടായിരുന്നുകൊണ്ട് അത് ചതച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇത് നല്ല നാടൻ പഴമാണ്. കൊച്ചുമ്മയുടെ വീട്ടിൽ അവിടെ കുലച്ചതാണ്. അപ്പോൾ ഞാൻ പോയപ്പം അതിനെ വെട്ടി തന്നതാണ് എനിക്ക്. അപ്പോൾ ഇത് കുറച്ചെടുത്ത് ഞാൻ പഴുപ്പിക്കാനായിട്ട് വെക്കുകയാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പേപ്പറും കൂടി ഇട്ട് കൊടുത്തൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കറിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു ദിവസം നിന്നാണ് വെച്ചിരിക്കുന്നത്. ഈ ഒരു പഴം പഴുക്കാനായിട്ട് ഞാൻ ഒരു ദിവസം മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇത് പിന്നെ തുറന്ന് നോക്കുന്നത്. അപ്പോൾ അധികം വിളയാത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തിൽ കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഴുത്ത് കിട്ടുകയും ചെയ്യും. ഞാനിത് പിറ്റേ ദിവസമാണ് തുറക്കുന്നത്. കുക്കർ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ട അടിപൊളിയായിട്ട് ആ ഒരു പഴം പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല ഭംഗിയില്ലേ, നല്ല നാടൻ കപ്പപ്പഴമാണ് കേട്ടോ. ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ഫേമസ് ആണ് ഈ ഒരു പഴം. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ നല്ല നാടൻ രീതിയിലുള്ള പഴം നമ്മൾ പഴുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം പഴുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഴുത്ത് കിട്ടും കേട്ടോ. ഒരുപാട് കറുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ മക്കളൊന്നും പഴമൊന്നും കഴിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പഴുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ദിവസമായിട്ട് വെച്ചിരുന്നാലും മതിയാകും. പഴമൊക്കെ നല്ല രീതിയിൽ പഴുത്ത് കിട്ടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പിലോട്ട് പോയാലോ? അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുളകൊക്കെ ഇതുപോലെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുമല്ലോ. നമുക്ക് താളിക്കാനും ചമ്മന്തി അരയ്ക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ മാറ്റി വയ്ക്കുമല്ലോ. മാറ്റി വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരുമാതിരി കറുത്ത പാടുകളുണ്ടാകും. ആ ഒരു പാടൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്കുള്ളൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മുളകൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കണം. നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം ഇതേപോലൊരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് കുപ്പിയിലാക്കി ഒന്ന് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതിയാകും. മാസങ്ങളോളം നമുക്ക് മുളക് നല്ല ഫ്രഷായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുകയും ചെയ്യും. അതിനകത്ത് ആ ഒരു കറുത്ത പൂപ്പലൊന്നും ഉണ്ടാകുകയില്ല. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആവശ്യത്തിന് മാത്രം എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അടുത്ത ടിപ്പിലോട്ട് പോയാലോ? അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉള്ളി, സവാളയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ചതിന് ശേഷം അതിൻ്റെ തൊലി വെറുതെ നമ്മൾ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും കളയൊന്നും വേണ്ട. നമുക്ക് ഒരുപാട് ഉപകാരമുള്ള നല്ലൊരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഉള്ളിയൊക്കെ തൊലിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലാക്കി എടുക്കുക. ഇതിനെ ഞാൻ കുറച്ചുകൂടി വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഉള്ളിത്തൊലിയും സവാളയുടെയൊക്കെ തൊലികളൊന്നും നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് നമ്മുടെ പരിസരമൊന്നും വൃത്തികേടാക്കേണ്ട. ഈ ഒരു ടിപ്പ് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ദിവസം ഇതിനൊന്ന് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഞാൻ രാത്രിയിലാണ് വെച്ച് കൊടുക്കുന്നത്. പിറ്റേ ദിവസമാണ് ഞാൻ പിന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടാൻ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തുറന്ന് നോക്കുകയാണ്.
ദാ അതെല്ലാം ഒന്ന് ആ ഒരു വെള്ളത്തിലൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ഒരു വെള്ളം മാത്രം മതി നമുക്ക്. ഇതിന് ഞാനൊന്ന് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചു കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു ബാഡ് സ്മെല്ലുണ്ടാവും, എന്നാലും അത് കുഴപ്പമില്ല. ഞാൻ ദാ ഈ ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുക്കുകയാണ്. അരിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സവാളയുടെ ഒരു കൊത്തുണ്ടല്ലോ, അത് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയുടെയൊക്കെ തൊലി കൊണ്ട് നമുക്ക് നല്ലൊരു വളം തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ലൈനിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾക്കെല്ലാം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. റോസ, അതുപോലെ മുളക്, പച്ചക്കറികൾക്ക് എല്ലാ തരം ചെടികൾക്കും ഈ ഒരു വളം ഉപയോഗിച്ച് കൊടുക്കാം. യാതൊരു തരം സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ലൈനിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ എല്ലാ ചെറിയ ടിപ്പുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.